ഹായ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് മാത്സിലെ ചാപ്റ്റേഴ്സിനെ പറ്റിയൊന്നും വലിയ ധാരണയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടതില്ല. നിങ്ങളൊരു A+ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റിയും ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും കുറച്ച് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളതും എന്നാൽ എക്സാമിന് ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ചെക്ക് വെദർ ദ റിലേഷൻ R in R. ഈ R എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്ത R എന്ന് പറയുന്ന ഒരു റിലേഷൻ. ഇങ്ങനെയാണ് ആ റിലേഷനിൽ ഓർഡേർഡ് ബേസ് ഉള്ളത്. AB എന്ന് പറഞ്ഞ ഓർഡേർഡ് ബേസ് വരണമെങ്കിൽ കണ്ടീഷൻ എന്താ? A < B³. അത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ആദ്യം ഞാൻ റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ റിലേഷനിൽ ഉണ്ടാകണം. ഫോർ എവരി A ബിലോങ്സ് ടു നമ്മളുടെ ഈ ക്യാപിറ്റൽ R റിയൽ നമ്പേഴ്സിലുള്ള ഏതൊരു നമ്പർ എടുത്താലും ആ നമ്പറും റിലേറ്റ് ചെയ്തിരിക്കുന്ന പെയർ നിങ്ങളുടെ റിലേഷനിൽ വേണം. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ മനസ്സിലാവും 1 < 1³ അപ്പോൾ 1 എഴുതാം. 2 < 2³ കറക്റ്റാ, അപ്പോൾ 2 എഴുതാം. 3 < 3³ ശരിയാണ്, അപ്പോൾ 3 എഴുതാം. പക്ഷേ ഫ്രാക്ഷൻസ് എടുക്കുന്ന സമയത്താണ് ഇവിടെ ചെറിയൊരു പ്രശ്നം വരിക. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. അതാ നോക്കിക്കേ, 1/2 < 1/2³ ഇങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ 1/2, 1/2 ആ റിലേഷനിൽ വരും. പക്ഷേ ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റാണ്. അതെന്തുകൊണ്ടാണ്? 1/2 എന്ന് പറഞ്ഞാൽ 0.5 < 1/2³ എന്ന് പറഞ്ഞാൽ നിങ്ങളത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും 1/8. 1/8 എന്ന് പറഞ്ഞാൽ 0.125. അപ്പോൾ ഇത് ഫാൾസ് ആണ്, ഇത് ഫാൾസാണ്, ശരിയല്ല. ഇത് ശരിയല്ലാത്തത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാ, 1/2, 1/2 എവിടെ ഉണ്ടാവൂല? ഈ റിലേഷനിൽ ഉണ്ടാവൂല. സോ റിലേഷൻ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അതുകൊണ്ട് ഈ റിലേഷൻ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ആൻസർ ചെയ്യാം. ഇനി സിമെട്രിക് ആണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? സിമെട്രിക് ആണോ നോക്കുന്നത് ഈസിയാണ്. സിമെട്രിക് ആണെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി, വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ചെയ്യാം. ഒറ്റ കാര്യം, 1, 2 ബിലോങ്സ് ടു R ശരിയാ, 1, 2 റിലേഷനിൽ ഉണ്ടാവും. കാരണം 1 < 2³ അല്ലേ? 1 < 2³, 2³ 8. 8-നേക്കാളും കുറവാണ് 1. ഇനി സിമെട്രിക് ആണെങ്കിൽ എന്താ കണ്ടീഷൻ? 1, 2 ഉണ്ടെങ്കിൽ ആരും ഉണ്ടായിരിക്കണം? 2, 1 ഉണ്ടായിരിക്കണം. അപ്പോൾ 2, 1 റിലേഷനിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ഇഫ് 2, 1 ബിലോങ്സ് ടു R, 2, 1 ബിലോങ്സ് ടു R ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കണ്ടീഷൻ? 2 < 1³ പക്ഷേ ഇത് തെറ്റാ, ഫോൾസ് ആണ്. ഫോൾസ് ആണ്. അതായത് 1, 2 റിലേഷനിൽ ഉണ്ടാവും, പക്ഷെ ആരുണ്ടാവില്ല? 2, 1 ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം 2, 1 ഡസ് നോട്ട് ബിലോങ്സ് ടു R. 2, 1 ആ റിലേഷനിൽ ഇല്ല. ആയതിനാൽ ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. അതുകൊണ്ട് ഇതെന്തല്ല? സിമെട്രിക് അല്ല. വെരി സിമ്പിൾ. ഇങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ സിമെട്രിക്കും നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷനാണ്. ട്രാൻസിറ്റീവ് നമുക്കൊരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ചെയ്യാം. ട്രാൻസിറ്റീവ് എങ്ങനെയാണ്? നമ്മൾ ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. AB-യും BC-യും റിലേഷനിലുണ്ട്. AB, BC റിലേഷനിലുണ്ടെങ്കിൽ ആരുണ്ടായിരിക്കണം? AC-യും റിലേഷനിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ട്രാൻസിറ്റീവ് ആവും. റെഡി, ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇതങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചോ. ഓക്കെ, ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 3, 10 അല്ലെങ്കിൽ 10, 3 എടുക്കാം. 10, 3 ബിലോങ്സ് ടു R. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കും? 10 < 3³ ആയിരിക്കണം. ഇത് കറക്റ്റാണ്. 10-നേക്കാളും 3³ എന്ന് പറഞ്ഞാൽ 27. 27-നേക്കാളും ചെറുതാണ് 10. കറക്റ്റാ, നോ പ്രോബ്ലം. ഇതേപോലെ തന്നെ ഇപ്പോൾ നോക്കേ, AB എന്ന് പറഞ്ഞാൽ ഇവിടെ എൻഡ് ചെയ്യുന്നത്, അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരാളെ കൂടി ഞാൻ എടുക്കാൻ പോവാണ്. ഇതാ നോക്ക്, 3, 2 ബിലോങ്സ് ടു R. 3, 2 ബിലോങ്സ് ടു R ആണോ? ആണ്. കാരണം 3 < 2³ ഇതും കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, AB, BC, AB ഉണ്ട്, BC ഉണ്ട്. ബട്ട് ഇതാ നോക്കിക്കേ, 10, 2 ഈ 10, 2 എന്ന് പറയുന്ന ആൾ റിലേഷനിൽ ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ്? കാരണം 10 < 2³ 2³ എന്ന് പറഞ്ഞാൽ 8. 8-നേക്കാളും ചെറുതാണോ 10? അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. 10, 3 ഉണ്ട്, 3, 2 ഉണ്ട്, 10, 2 ഇല്ല. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ കണ്ടീഷൻ നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക, മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലായി. ഒരു നല്ല ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം.
ലെറ്റ് എ ആൻഡ് ബി ബി ടു സെറ്റ്സ് ഷോ ദാറ്റ് എഫ് ഫ്രം എ ക്രോസ് ബി, ഇതാണ് ഫസ്റ്റ് സെറ്റ്, ടു ബി ക്രോസ് എ, ഇതാണ് ഫംഗ്ഷൻ എ ക്രോസ് ബിയിൽ നിന്ന് ബി ക്രോസ് എയിലേക്കുള്ള ഫംഗ്ഷൻ സച്ച് ദാറ്റ് എഫ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു ബി എ. അതായത് നിങ്ങളൊരു ഫംഗ്ഷൻ ഡൊമൈൻ എ ബി എടുത്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ബി എ ആയിരിക്കും, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. ഇതൊരു പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്, റീസെൻ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്. അത്യാവശ്യം നല്ല ചോദ്യമാണ്, കൺഫ്യൂഷൻ ആയിരിക്കും, ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങൾ ബൈജക്റ്റീവ് ആകണമെങ്കിൽ 1 ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കും. ഒരു ഫംഗ്ഷൻ 1 ആണെങ്കിലുള്ള കണ്ടീഷൻ നിങ്ങൾക്കറിയാം. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? x1 ഈസ് ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്താൽ മതി. റെഡി? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്ക്. എഫ് ഓഫ് x1 ഇതല്ലേ നമ്മളിവിടെ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എടുക്കുന്നത്, ഇതല്ലേ ഫംഗ്ഷൻ്റെ വാല്യൂ. ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. എഫ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ബി കോമ എ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്നത് എന്താണെന്നറിയോ? വളരെ സിമ്പിൾ കാര്യമാണ്. എഫ് ഓഫ് a1 b1. ഓക്കെ, എഫ് ഓഫ് x1 പകരം x1 പകരം ഇവിടെ 1 കൊടുത്തു. അപ്പോൾ എഫ് ഓഫ് a1 b1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 പകരം ഇവിടെ അതാ നോക്കിക്കോ, നമ്മൾ a2 b2 എന്ന് കൊടുത്തു. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് വെറുതെ നമ്മൾ പറഞ്ഞു. ലെറ്റ് ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താ കണ്ടീഷൻ? ഇതിൻ്റെ ഉള്ളിൽ എഴുതിയ ഈ a1 b1 a2 b2 എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. നമുക്ക് നോക്കാം. എഫ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ബി എ അല്ലേ? അപ്പോൾ എഫ് ഓഫ് a1 b1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ b1 കോമ a1 ആയിരിക്കും. b1 കോമ a1 അതിന് തെറ്റില്ല. എഫ് ഓഫ് a2 b2, എഫ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ബി എ ആണ്. അപ്പോൾ എഫ് ഓഫ് a2 b2 എന്ന് പറഞ്ഞാൽ b2 കോമ a2 ആയിരിക്കും. സിമ്പിൾ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കണ്ടീഷനാണ്, രണ്ട് ഓർഡേർഡ് പെയർസ് ഈക്വൽ ആണെങ്കിൽ ആദ്യത്തതിനും രണ്ടാമത്തതിനും ഈക്വൽ ആയിരിക്കും. വിച്ച് മീൻസ് b1 ഈസ് ഈക്വൽ ടു b2 ആയിരിക്കും. അതേപോലെ തന്നെ a1 ഈസ് ഈക്വൽ ടു a2 ആയിരിക്കും. നമ്മൾ എഴുതിയത് എന്താണെന്ന് അറിയോ? a1 b1 എഫ് ഓഫ് a1 b1 ഈക്വൽ ടു എഫ് ഓഫ് a2 b2 ആണെങ്കിൽ a1 b1 ഈക്വൽ ടു a2 b2 എന്ന് പ്രൂവ് ചെയ്യണം. സിമ്പിളാടാ. നിങ്ങൾ നോക്കി, b1 b2 ഈക്വൽ ആണ്, a1 a2 ഈക്വലാണ്. അങ്ങനെയാണ് എനിക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതി കൂടെ. a1 b1 ഈസ് ഈക്വൽ ടു a1 a2 സെയിം ആണെങ്കിൽ ഇതാ നോക്ക്, ഇങ്ങനെ എഴുതുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ നോക്ക്. ഇല്ല. ഇതിൻ്റെ അർത്ഥം എന്താ? a1 ഈക്വൽ ടു a2 എന്നാ, ദാ a1 ഈക്വൽ ടു a2. b1 ഈക്വൽ ടു b2 എന്നാ, ദാ b1 ഈക്വൽ ടു b2. അപ്പോൾ ഓർഡേർഡ് പെയറിൻ്റെ കണ്ടീഷൻ കറക്റ്റായി. അതായത് നോക്കണേ, എഫ് ഓഫ് a1 b1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് a2 b2 ആണെങ്കിൽ a1 b1 ഈക്വൽ ടു a1 b1 ഈക്വൽ ടു a2 b2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ദ 1 കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. ഇത് ദാ നോക്ക്, പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചാൽ മതി. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമ്മളുടെ ഫംഗ്ഷൻ ഏതാ? നമ്മൾ ഇതല്ലേ ഫംഗ്ഷൻ ആയിട്ട് എടുത്തത്? എഫ് എന്ന് പറഞ്ഞെടുത്താൽ മതി. എഫ് ഈസ് 1 എഫ് എന്തായിരിക്കും? ഒരു 1 ഫംഗ്ഷനാണ്. ഇനി ഓൺ ടു ആണെന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ അതും കൃത്യമായിട്ട് നോക്കിക്കോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാം. രണ്ട് വരി മതി. ഓൺ ടു ആണോ അല്ലേ എന്നുള്ളത് നോക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത്. ഇപ്പം നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് നമ്മൾ എക്സ് വാല്യൂ ആയിട്ട് എടുക്കുക. ഇത് എക്സ് വാല്യൂ ആണെങ്കിൽ ഇതാണ് വൈ വാല്യൂ. വൈ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ. നിങ്ങളിത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. നിങ്ങൾ ഫംഗ്ഷൻ എക്സിന് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടുന്നത് ഇതാ. അതായത് ഇതുണ്ടാവുക രണ്ടാമത്തെ സെറ്റിലാണ്. ഷുവർ അല്ലേ? ഇതുണ്ടാവുക രണ്ടാമത്തെ സെറ്റിലാണ്. അപ്പോൾ നമുക്ക് ഒരൊറ്റ കാര്യം പറയാം. ഫോർ എനി ഇത് രണ്ടാമത്തെ സെറ്റിലാണ് ഉണ്ടാവുക. ഫംഗ്ഷൻ്റെ വാല്യൂ ബി എ ബിലോങ്സ് ടു, ഇത് ഏത് സെറ്റിലാണ് ഉണ്ടാവുക? രണ്ടാമത്തെ സെറ്റിൽ. ഇതാണ് സെക്കൻഡ് സെറ്റ്. നമ്മൾ എഴുതുന്ന സമയത്ത് അങ്ങനെയല്ലേ കിട്ടുക? ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും നമ്മൾ എടുക്കുക സെക്കൻഡ് സെറ്റിലാണ്. അപ്പോൾ ഫോർ എനി ബി എ ബിലോങ്സ് ടു ബി ക്രോസ് എ. ബി ക്രോസ് എയിലുള്ള ബി ക്രോസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ ഫംഗ്ഷൻ പോകുന്നത്. ഇത് എ ക്രോസ് ബി, ഇത് ബി ക്രോസ് എ. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ സെറ്റിൽ ഏതൊരു ബി എ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായാലും ഒരു എ ബി ഉണ്ടാവും. കാരണം ആദ്യത്തെ സെറ്റിൽ എക്സ് വാല്യൂ എ ബി എടുക്കുന്ന സമയത്താണ് ഫംഗ്ഷൻ്റെ വാല്യൂ ബി എ കിട്ടുന്നത്. അപ്പോൾ ഫോർ എനി ബി എ ബിലോങ്സ് ടു ബി ക്രോസ് എ, ഈ സെറ്റിലുള്ള ബി എ എന്ന് പറയുന്ന ഏതൊരു ഓർഡേർഡ് പെയർ എടുത്താലും ദർ എക്സിസ്റ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ആര്? എടാ നോക്ക്, രണ്ടാമത്തെ സെറ്റിൽ ഒരു ബി എ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആദ്യത്തെ സെറ്റിൽ ഒരു എ ബി ഉണ്ടാവും. ദർ എക്സിസ്റ്റ് എ ബി ബിലോങ്സ് ടു, ആദ്യത്തെ സെറ്റ് എന്താ? എ ക്രോസ് ബി. അതിൻ്റെ അർത്ഥം എന്താ?
രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റിനും, രണ്ടാമത്തെ സെറ്റിൽ ഏത് എലമെൻ്റ് ഉണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയി ഫസ്റ്റ് സെറ്റിൽ ഒരാളുണ്ടാകുന്ന, അതായത് രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ആദ്യത്തെ സെറ്റിൽ എന്തുണ്ടാകും, ഒരു പ്രീമേജ് ഉണ്ടാകുന്ന ഈ കണ്ടീഷൻ നമ്മൾ എടുത്തത് ഇവിടുന്നാണ് ഈ കണ്ടീഷൻ നമ്മൾ എടുത്തത്. ബിക്കോസ് എഫ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു ബി എ എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്. അപ്പോൾ രണ്ടാമത്തെ സെറ്റിൽ ആരുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യത്തെ സെറ്റിൽ ഒരാളുണ്ടാവും. രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ആദ്യത്തെ സെറ്റിൽ പ്രീ ഇമേജ് ഉണ്ടാകുന്ന അർത്ഥം. സോ ഇറ്റ് ഈസ് ഓൺ ടു. വേണമെങ്കിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. എവരി എലമെൻറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ്, എവരി എലമെൻറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ് ഹാസ് പ്രീ ഇമേജ് ഇൻ ഫസ്റ്റ് സെറ്റ്. സോ ഇറ്റ് ഈസ് ഓൺ ടു. ഇറ്റ് ഈസ് ഓൺ ടു. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്, 1 1 ആണ്. അറ്റ് ദ സെയിം ടൈം ഇത് ഓൺ ടു ആണ്. അതുകൊണ്ട് നമുക്കിത് എന്ത് പറയാം, ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. സോ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഐഡിയ മനസ്സിലാക്കി വെക്കുക, വേറെ റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. അടുത്ത ചോദ്യം നോക്ക്. ഇത് ആക്ച്വലി ഇൻവേഴ്സിലെ ക്വസ്റ്റ്യനാണ്. റൈറ്റ് കോട്ട് ഇൻവേഴ്സ് 1/√x² - 1 ഈസ് ഈക്വൽ ടു x² - 1 ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കോട്ട് ഇൻവേഴ്സ് അല്ലേ, അപ്പോൾ ഉള്ളിൽ കോട്ട് വന്നാലേ കട്ട് ചെയ്യും. ഉള്ളിൽ കോട്ട് വന്നാലേ കട്ട് ചെയ്യും. പക്ഷേ ഇവിടെ 1/x വരുന്ന ടേം ഇവിടെയാണ്. 1/ എന്താ കോട്ടാവുക, 1/tan കോട്ടാവുക. അപ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്നത് എന്തായിരിക്കണം, ടാൻ ആയിരിക്കണം. ഓക്കെ, ഡിനോമിനേറ്ററിൽ ടാൻ വരണമെങ്കിൽ ഈ ഉള്ളിൽ വരുന്നത് എന്തായിരിക്കണം, ഡെഫിനിറ്റ്ലി tan² എന്ന് പറഞ്ഞായിരിക്കണം. കാരണം റൂട്ടുണ്ട്. റൂട്ടും tan² കട്ട് ചെയ്താലേ നിങ്ങൾക്കത് ടാൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ x² - 1 tan² ആകണമെങ്കിൽ നിങ്ങൾ എക്സിന് എന്തായിരിക്കും കൊടുക്കേണ്ടി വരിക, tan² 1 ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? യെസ്, ഇത് തന്നെയാണ്. sec² θ - 1 ഈസ് ഈക്വൽ ടു tan² θ. ഇത് ഓർമ്മ ഉണ്ടോ? അല്ലെങ്കിൽ sec² θ - tan² θ ഈസ് ഈക്വൽ ടു 1 പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നോക്കണേ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. വെരി സിമ്പിൾ. sec² θ - 1 ഈസ് ഈക്വൽ ടു tan² θ. അതായത് ഇതിൻ്റെ ഉള്ളിൽ sec² θ - 1 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് tan² θ എന്ന് പറഞ്ഞ് എഴുതാം. അതെന്തിനാണ് tan² θ എന്ന് എഴുതുന്നത്? സംശയം വരാം. റൂട്ടിൻ്റെ ഉള്ളിൽ tan² θ വന്നാൽ താഴെ tan θ ആയി. അപ്പോൾ 1/tan θ വന്നാൽ cot θ ആയി. കോട്ട് ഇൻവേഴ്സും കോട്ടും കട്ട് ചെയ്യാം. അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. x² - 1 വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് x² - 1 ആണെങ്കിൽ നിങ്ങൾക്ക് എക്സിന് കൊടുക്കാൻ പറ്റുന്നത് sec θ ആണ് അല്ലെങ്കിൽ cosec θ ആണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 1 + x² ആണെങ്കിൽ എക്സിന് പകരം കൊടുക്കാൻ പറ്റുന്നത് tan θ ആണ്, cot θ ആണെന്ന് പഠിച്ചിട്ടുണ്ടാവും. ഈ കാര്യങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. 1 - x² ആണെങ്കിൽ എക്സിന് പകരം കൊടുക്കാൻ പറ്റുന്നത് cos θ ആണ് അല്ലെങ്കിൽ sin θ ആണെന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ആലോചിച്ച് വെച്ചാലും മതി. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ കോട്ടാക്കണം. കോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കട്ട് ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. sec² θ - 1 ഈസ് ഈക്വൽ ടു tan² θ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിന് പകരം ഈ ഫോമിൽ വരേണ്ടത് കൊണ്ട് sec θ കൊടുക്കുന്നു. അപ്പോൾ തീറ്റ അങ്ങനെയാണെങ്കിൽ സീക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് sec ഇൻവേഴ്സ് x ആയിട്ട് മാറും. ഓക്കെ, സോ നിങ്ങളിത് സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറ്റുകയല്ലേ. അപ്പോൾ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ നോക്കിക്കേ, കോട്ട് ഇൻവേഴ്സ് 1/√x² - 1. എക്സിന് പകരം എന്താ കൊടുക്കേണ്ടത്? എക്സിന് പകരം sec θ. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് 1/√sec θ കൊടുത്താൽ sec² θ - 1 എന്നായി മാറും. sec² θ - 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ പഠിച്ചു, അത് tan² θ ആണ്. അപ്പോൾ അത് റൂട്ട് tan² θ എന്ന് വരും. റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് tan θ എന്ന് പറഞ്ഞു വരും. ശരിയല്ലേ? 1/tan θ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് cot θ എന്നാക്കി മാറ്റിയതാം. കോട്ട് ഇൻവേഴ്സും കോട്ടും ഒരുമിച്ച് വന്നാൽ നമുക്കത് ക്യാൻസൽ ചെയ്തിട്ട് ഈ തീറ്റ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ തീറ്റ എന്താ നിങ്ങൾ നേരത്തെ എഴുതി വെച്ചത്? sec ഇൻവേഴ്സ് x ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറ്റിയാൽ sec ഇൻവേഴ്സ് x. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്, സിമ്പിൾ, വലിയ റിസ്ക് ഇല്ല. അടുത്ത ചോദ്യം നോക്കും. tan ½ ബ്രാക്കറ്റിൽ sin ഇൻവേഴ്സ് 2x/1 + x², cos ഇൻവേഴ്സ് 1 - y² / 1 + y². നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമുക്കിത് ഡിഫറൻസിയേഷനിലൊക്കെ ആവശ്യമുള്ളതാണ്. സൈൻ ഇൻവേഴ്സ് സംതിങ്, കോസ് ഇൻവേഴ്സ് സംതിങ്. ഇവിടെ എന്ത് കൊടുത്താലാണ്, എക്സിന് എന്തോ ഒന്ന് കൊടുത്താൽ ഇത് സിംപ്ലിഫൈഡ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് കണക്ട് 2x/1 + x² എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലയിൽ നിങ്ങൾ പഠിച്ച ഏതോ ഒരു ഇക്വേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്.
ഏതാ ഇക്വേഷൻ? എടാ നോക്ക് നിങ്ങൾ, 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമില ഉള്ളത്. അത് ആക്ച്വലി സൈൻ 2 തീറ്റയാണ്. അപ്പോൾ എക്സിന് പകരം ടാൻ തീറ്റ കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞ് മാറ്റി ചെയ്താൽ. അതേപോലെ തന്നെ ഇവിടെയും 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ, 1 മൈനസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടോ? ഉണ്ട്. ഇതാ നോക്ക്, 1 മൈനസ് ടാൻ സ്ക്വയർ, വേറെ ഏതെങ്കിലും ലെറ്റർ കൊടുക്കട്ടോ, ടാൻ സ്ക്വയർ തീറ്റ തന്നെ കൊടുക്കാം. 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കോസ് 2 തീറ്റയുമാണ്. നമ്മൾ ഈ 2 ഐഡൻറ്റിറ്റി മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യം. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെരി സിമ്പിൾ. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ 2 തീറ്റ വരണം, ഇവിടെ കോസ് 2 തീറ്റ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലെറ്റർ കൊടുക്കാം. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? എക്സിന് പകരം ടാൻ തീറ്റ കൊടുത്തു. അപ്പോൾ വൈക്കും ടാൻ തീറ്റ കൊടുക്കൽ പോസിബിൾ അല്ലല്ലോ. എക്സ് ടാൻ തീറ്റ ആണെങ്കിൽ ആക്ച്വലി തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അറ്റ് ദ സെയിം ടൈം വൈക്ക് പകരം ഞാൻ ടാൻ തീറ്റ അല്ല, നമ്മളൊരു ടാൻ ആൽഫ കൊടുക്കാം. ഓക്കെ, ടാൻ ആൽഫ. അങ്ങനെയാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ എന്നും പറഞ്ഞ് വരും. റെഡി? ഇനി നിങ്ങൾക്ക് അവിടെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ആ ഒരു എക്സ്പ്രഷൻ നോക്കേ. ടാൻ ഹാഫ് ബ്രാക്കറ്റിൽ സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് കോസ് ഇൻവേഴ്സ് 1 മൈനസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കിക്കോ, സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ. ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ടാൻ ഹാഫ് ബ്രാക്കറ്റിൽ നമ്മൾ എഴുതുന്നത് സൈൻ ഇൻവേഴ്സ്, അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഹാഫ് സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം എന്ത് കൊടുക്കാനാണ് പറഞ്ഞത്? ടാൻ തീറ്റ. അപ്പോൾ ദാ 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് വൈക്ക് പകരം എന്ത് കൊടുക്കാനാണ് പറഞ്ഞത്? വൈക്ക് പകരം ടാൻ ആൽഫ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ദാ 1 മൈനസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് വരിക എന്നുള്ളത്. 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ. ഓക്കെ, സോ ദ ടാൻ ഹാഫ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ്, ഇതിന് പകരം സൈൻ 2 തീറ്റ എന്ന് കൊടുക്കാം, പ്ലസ് കോസ് ഇൻവേഴ്സ്, ഇതിന് പകരം കോസ് 2 തീറ്റ എന്ന് ചാടിക്കയറി കൊടുക്കല്ലേ, കാരണം ഇവിടെ നമ്മൾ കൊടുത്ത ലെറ്റർ ആൽഫയാണ്. അപ്പോൾ കോസ് 2 ആൽഫ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, നോ പ്രോബ്ലം. സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്യാം, കോസ് ഇൻവേഴ്സും കോസും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ടാൻ, ഇതാണ് നിങ്ങളുടെ ആൻസറിലേക്ക് എത്തുക അടുത്ത സ്റ്റെപ്പിൽ. ടാൻ ഹാഫ് ഇൻറ്റു, ഇവിടെ 2 തീറ്റ മാത്രം ബാക്കിയാവും, ഇവിടെ 2 ആൽഫ മാത്രം ബാക്കിയാവും. 2 രണ്ടിടത്തും കണ്ടോ നിങ്ങൾ, രണ്ടിടത്തും 2, അത് നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ നോക്കിക്കോ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ആ 2നെ പിടിച്ച് പുറത്തെടുത്തു. അപ്പോൾ ഇതാ നോക്കേ, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഹാഫ് ഇൻറ്റു, ഇവിടുന്ന് 2നെ പുറത്തെടുത്താൽ പിന്നെ ബ്രാക്കറ്റിൽ വരിക, ഇവിടെ ഒരു തീറ്റയും ഇവിടെ ഒരു ആൽഫയും. 2 കട്ട് ചെയ്ത് പോയി, 2 കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ടാൻ തീറ്റ പ്ലസ് ആൽഫ മാത്രമേ വരൂ. ഇതിന് സിമ്പിളല്ലേ? ടാൻ എക്സ് പ്ലസ് വൈ ഫോമില, ടാൻ തീറ്റ പ്ലസ് 5 ഫോമിലാണെങ്കിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത് ടാൻ തീറ്റ പ്ലസ് ടാൻ ആൽഫ കേട്ടോ, ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ ടാൻ ആൽഫ. +1 പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന റിലേഷൻ. സോ കുറച്ചുകൂടി ഈസി ആക്കിയിട്ട് വേണം എഴുതാം. ടാൻ തീറ്റക്ക് നിങ്ങൾ കൊടുത്തത് എക്സാ, ടാൻ ആൽഫക്ക് കൊടുത്തത് വൈ ആ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതാണ് സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ആൻസർ. ഭയങ്കര ലെങ്തി അല്ല, പക്ഷേ നിങ്ങൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഗോട്ട് ഇറ്റ്? അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഫ്രം മെട്രിക്സ് ആക്ച്വലി. ഓക്കെ, അതായത് ചോദ്യം കൺഫ്യൂഷൻ ആണോ? ഇതൊരു മെട്രിക്സ്, ഇൻറ്റു ഈ മെട്രിക്സ് ചെയ്താൽ 0 കിട്ടും. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓന്നും കാണാറുണ്ട് 0 എന്നും കാണാറുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 0 മെട്രിക്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് ഇത് ഏത് മെട്രിക്സ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? 0 മെട്രിക്സ് ആണ്, പക്ഷേ അതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക? നിങ്ങൾക്കിവിടെ എന്താണോ ഇത് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നത് അതിൻ്റെ ഓർഡർ ഏതാണോ അത് തന്നെ ആയിരിക്കും റൈറ്റ് സൈഡിലുള്ളതിൻ്റെ ഓർഡർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബേസിക്കലി ചിന്തിക്കേണ്ടത് എന്താണെന്ന് അറിയോ? ഒരു റോയും 3 കോളോ, ഇത് 1/3 ആണ്. 3 റോയും 3 കോളോ, ഇത് 3/3 ആണ്. ആദ്യം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ രണ്ടും സെയിം ആണ്. അപ്പോൾ കിട്ടുന്ന മെട്രിക്സിൻ്റെത് 1, ഇവിടുത്തെ 3, ഒരു 1/3 മെട്രിക്സ് തന്നെ നിങ്ങൾക്ക് കിട്ടും. 1/3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റോയും
3 കോളം ഉള്ള ഒരു മെട്രിക്സ് തന്നെ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഒരു റോയും 3 കോളം ഉള്ള മെട്രിക്സ് ആണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് -5 ഇൻറ്റു 0 0 പ്ലസ് -1 ഇൻറ്റു 2 -2. 1/3 ആണ് ഉത്തരം കിട്ടേണ്ടത്. അടുത്തത് ഈ റോന ഈ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ എക്സ് ഇൻറ്റു 0 0 പിന്നെ -5 ഇൻറ്റു 2 -10 ആണ് വരിക. പിന്നെ -1 ഇൻറ്റു 0 +0. ഓക്കെ, അടുത്ത നോക്ക് എക്സ് ഇൻറ്റു 2 2x പ്ലസ് -5 ഇൻറ്റു 1 -5 ആണ്. അപ്പോൾ പ്ലസ് വേണ്ട, -5 തന്നെ കൊടുത്താൽ മതി. -1 ഇൻറ്റു 3 -3. ഓക്കെ, അപ്പോൾ നോക്ക് നിങ്ങൾ 1/3 നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1/3 ആണ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത്. പിന്നെ അടുത്തത് ഇവിടെ ഉള്ളത് എക്സ് 4 1 ഇത് ആക്ച്വലി 3/1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 3/1 ആണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോൻ്റെ എണ്ണവും സെയിമാണ്. അപ്പോൾ ഈ 1ഉം ചേർന്നിട്ട് ഒരു 1/1 മെട്രിക്സ് ആണ് ആൻസർ കിട്ടുക. അങ്ങനെയാണ് ഉറപ്പാണ്. റൈറ്റ് കിട്ടുന്ന 0 മെട്രിക്സിൻ്റെ ഓർഡർ എന്ത് തന്നെ ആയിരിക്കും? 1/1 ആണ്. അപ്പോൾ ഒന്നും ചെയ്യണ്ട, റോ കോളം തന്നെ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ആക്ച്വലി x-2 എന്നാണ് വരിക. അപ്പോൾ ഞാൻ എഴുതുമ്പം x-2 ഇൻറ്റു നോക്ക് x-2 ഇൻറ്റു എക്സ് എന്ന് വരും പ്ലസ്. ശരിയല്ലേ? ഫസ്റ്റ് റോയിലുള്ള എല്ലാ എലമെൻറ്റ്സും ഇവിടുത്തെ എല്ലാ എലമെൻറ്റ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇത് ഇൻറ്റു ഇത് പ്ലസ്. ഇവിടെ -10 ആണ്, -10 ഇൻറ്റു 4 എന്ന് വരും. -10 ഇൻറ്റു 4 പ്ലസ്. ഇവിടെ -5 -3 എന്ന് പറയുമ്പോൾ -8. അപ്പോൾ 2x -8 ഇൻറ്റു 1 എന്ന് വരും അല്ലേ. 1 ഈസ് ഈക്വൽ ടു 0. 0 ആയതുകൊണ്ട് ഇത് മെട്രിക്സ് ആണ്, ഇതൊരൊറ്റ എലമെൻറ്റ് വരുന്ന 1/1 മെട്രിക്സ് ആണ്. 0 ആയതുകൊണ്ട് ഒരു 0 മെട്രിക്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടുത്തത് ലെഫ്റ്റ് ഉള്ളത് 1/1 ആയതുകൊണ്ട് റൈറ്റ് ഉള്ളതും 1/1. ഇനി ഈസിയാണ്. ഇനി എന്ത് സിമ്പിളാണ്, ഈ രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആണെങ്കിൽ ഈ എലമെൻറ്റിന് ഈക്വൽ ആയിരിക്കുമല്ലോ. അതായത് 0ക്ക് നിങ്ങളിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എക്സ് ഇൻറ്റു എക്സ് x² എന്ന് വരും അല്ലേ. എക്സ് ഇൻറ്റു എക്സ് x² -2x പിന്നെ ഇവിടെ -40 എന്ന് വരും. പിന്നെ ഇവിടെ +2x -8 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0. റെഡി? ഇതൊരിപ്പോൾ നമുക്ക് എന്താക്കിയിട്ട് മാറ്റി ചെയ്താം. ഈ -2xും +2xും ക്യാൻസൽ ചെയ്തു. അപ്പോൾ x² -40 പിന്നെ വരുന്നത് -8 അല്ലേ. അപ്പം -48 എന്ന് പറഞ്ഞ് എഴുതാം ഈക്വൽ ടു 0. അങ്ങനെയാണ് x² ഈസ് ഈക്വൽ ടു 48 എന്ന് പറഞ്ഞ് എഴുതാം. x² ഈസ് ഈക്വൽ ടു 48 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? √48 ആയിരിക്കും, ±√48. ഇതായിരിക്കും ആക്ച്വലി നിങ്ങളുടെ എക്സിൻ്റെ വാല്യൂ കിട്ടുക. വെരി സിമ്പിൾ, കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ ±√48 വരിക. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ബി ആർ സിമെട്രിക് മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ ദെൻ എ ബി മൈനസ് ബി എ. ഇതും ഒരു പബ്ലിക് എക്സാമിന് 1 വേർഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക, ഇതിൻ്റെ ആൻസർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സാണ് വരിക. ഇനി ഇതെങ്ങനെയാണ് വെരിഫൈ ചെയ്യാമെന്നും കൂടി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. സംഭവം സിമ്പിളാണ്. എയും ബിയും സിമെട്രിക് മെട്രിക്സാണ്. സിമെട്രിക് മെട്രിക്സ് ആണ് എ ബി. എയും ബിയും സിമെട്രിക് ആണ്, സിമെട്രിക് മെട്രിക്സ്. രണ്ട് മെട്രിക്സുകൾ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എയുടെ ട്രാൻസ്പോസ് എടുത്താൽ കിട്ടുന്നത് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എയും ബിയുടെ ട്രാൻസ്പോസ് എടുത്താൽ കിട്ടുന്നത് ബിയും ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആകെ ഒരു ഹിൻറ്റ് എന്ന് പറയുന്നത് അതാ. അങ്ങനെയാണെങ്കിൽ എ ബി മൈനസ് ബി എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും എന്നുള്ളതാണ്. സ്ക്യൂ സിമെട്രിക് ആണോ, സിമെട്രിക് ആണോ, 0 ആണോ, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണോ എന്നുള്ളത്. ഇത് നമ്മൾ ചെയ്ത് നോക്കാൻ ഏറ്റവും ബെറ്റർ എന്താണെന്നറിയോ? ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് അങ്ങ് എടുക്കുക. ഓക്കെ, ആര്? എ ബി മൈനസ് ബി എയുടെ. അപ്പോൾ അതാ നോക്ക്, ടേക്ക് ദ ട്രാൻസ്പോസ് ഓഫ് എ ബി മൈനസ് ബി എ. എ ബി മൈനസ് ബി എയുടെ ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കുക നിങ്ങൾ. എ ബി മൈനസ് ബി എയുടെ ട്രാൻസ്പോസ് എടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്നുള്ളത്. എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതാം. എ മൈനസ് ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ മെട്രിക്സ് എ ബിയുടെ ട്രാൻസ്പോസ് മൈനസ് ബി എയുടെ ട്രാൻസ്പോസ് എന്ന് എഴുതുന്നതിന് തെറ്റില്ല. അടുത്ത പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇത് തലതിരിച്ച് റൈറ്റ് നിന്ന് ഇങ്ങോട്ട് എടുക്കുക. ആദ്യം ബീൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു എൻ്റെ ട്രാൻസ്പോസ് ഇങ്ങനെ എഴുതുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ എ ബി ട്രാൻസ്പോസ് എന്നുള്ളത് നമുക്ക് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നും മൈനസ് ഇവിടുത്തെ നമുക്ക് ബി എ ട്രാൻസ്പോസ്. അപ്പോൾ തല തിരിയുമ്പോൾ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് എഴുതാം. ബുദ്ധിമുട്ടില്ല. ഇത് നോക്കിക്കേ, അടുത്ത കാര്യം വളരെ സിമ്പിളാണ്.
എയും ബിയും സിമെട്രിക് ആയതുകൊണ്ട് എ ട്രാൻസ്പോസിനെ എ എന്ന് വിളിക്കാം, ബി ട്രാൻസ്പോസിനെ ബി എന്നും വിളിക്കാം. അപ്പോൾ ഈ ബി ട്രാൻസ്പോസിന് പകരം ഞാൻ ബി എന്നും എ ട്രാൻസ്പോസിന് പകരം എ എന്നും കൊടുത്തു. ഇവിടെയും എ ട്രാൻസ്പോസിന് പകരം എ എന്നും ബി ട്രാൻസ്പോസിന് പകരം ബി എന്നും കൊടുത്തു. റെഡി? നമുക്ക് ഈ ഒരു ഫോമിലേക്ക് ആക്കിയെടുക്കണം. അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? മൈനസ് എ ബി ആദ്യം കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പ്ലസ് ബി എ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇവിടെ ഞാൻ മൈനസ് പുറത്തെടുത്താൽ എ ബി, ഇവിടുന്ന് മൈനസ് ബി എന്ന് മൈനസ് പുറത്ത് വന്നാൽ മൈനസ് ബി എ എന്നാണ് വരിക. അതായത് നോക്ക്, എ ബി മൈനസ് ബി എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പം അതേ മെട്രിക്സ് കിട്ടി, പക്ഷെ അതിൻ്റെ മുമ്പിൽ ഒരു നെഗറ്റീവ് ചിഹ്നം ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ എനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക്. എന്ന് പറഞ്ഞാൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. എന്താണ് സ്ക്യൂ സിമെട്രിക്? അപ്പോൾ എ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ആൻസർ കൺക്ലൂഡ് ചെയ്യാം. എ ബി മൈനസ് ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പം അതേ മെട്രിക്സിൻ്റെ നെഗറ്റീവാണ് കിട്ടിയതെങ്കിൽ ആ മെട്രിക്സ് ഒരു സ്ക്യൂ സിമെട്രിക് ആണ്. വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ആൻസർ ഇങ്ങനെ പഠിച്ചു വെച്ചാലും പ്രശ്നമില്ല. അഥവാ ഒരു പ്രൂവ് ദാറ്റ് ഒക്കെ ചോദിച്ചാൽ എഴുതി കൊടുക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണേ? ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. This is a question from determinant actually. Using cofactors of elements of second row. സെക്കൻഡ് റോയിലുള്ള എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ്. ഈ കോഫാക്ടേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ ഐ ജെ ആണ്. എ ഐ ജെ നമ്മൾ ഇങ്ങനെ എഴുതുക, -1 റൈസ് ടു i + j ഇൻറ്റു എം ഐ ജെ എന്നാണ് ആക്ച്വലി നമ്മൾ കോഫാക്ടേഴ്സിനെ എഴുതുന്നത്. ഒരു എലമെൻറ്റിൻ്റെ കോഫാക്ടർ ആണല്ലോ നമ്മൾ ആക്ച്വലി ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് ഇവാലുവേറ്റ്, ഈ ട്രയാങ്കിൾ ഷേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിറ്റർമിനൻ്റ് എന്നുള്ളതാണ്. ഈ ഡിറ്റർമിനൻ്റ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് എഴുതുക? വളരെ സിമ്പിളാണ്. സെക്കൻഡ് റോ വെച്ചിട്ടാണ്, സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങളോട് പറഞ്ഞത് ആ ഡിറ്റർമിനൻ്റ് കാണാനാണ്. ഓക്കെ, അപ്പം നമ്മൾ എലമെൻറ്റ്സിനെ സാധാരണ രീതിയിൽ ഡിനോട്ട് ചെയ്യുക എ ഐ ജെ അല്ലേ, സ്മോൾ ലെറ്റർ എ ഐ ജെ. അപ്പോൾ നോക്ക്, സെക്കൻഡ് റോയിൽ എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അതാണ് A21 ആൻഡ് സെക്കൻഡ് കോളാണ് A22. അപ്പോൾ നിങ്ങൾ ഈ ഡിറ്റർമിനൻ്റ് ഒരു റോയോ ഒരു കോളത്തിലെയോ എലമെൻറ്റ്സ് വെച്ചിട്ട് ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നറിയോ? ഇപ്പം നമ്മൾ ഇവിടുന്ന് സെക്കൻഡ് റോ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് കോളം എലമെൻറ്റ് എടുക്കുക A21. അപ്പോൾ ഈ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോഫാക്ടറും ഉണ്ടാവും, ക്യാപിറ്റൽ A21. ഓക്കെ, അതേപോലെ സെക്കൻഡ് റോയിലുള്ള അടുത്ത എലമെൻറ്റ് A22, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ ക്യാപിറ്റൽ A22. സെക്കൻഡ് റോയിലുള്ള തേർഡ് കോളം എലമെൻറ്റ് A23, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ ക്യാപിറ്റൽ A23. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഡിറ്റർമിനൻ്റ് കിട്ടും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, ഏതെങ്കിലും ഒരു റോയിലുള്ള എലമെൻസിൻ്റെ, ഇങ്ങനെ തന്നെ എഴുതി വെച്ചു, ഏതെങ്കിലും ഒരു റോയിലോ അല്ലെങ്കിൽ കോളത്തിലോ ഉള്ള എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാ എലമെൻറ്റ്സ് ഏതെങ്കിലും ഒരു റോയിലോ കോളത്തിലോ ഉള്ള എല്ലാ എലമെൻസിൻ്റെയും കോഫാക്ടേഴ്സും ഉണ്ട്, അതായത് കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് സമ്മ് കണ്ടാൽ നിങ്ങൾക്ക് ഡിറ്റർമിനൻ്റ് വാല്യൂ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണാനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് എഴുതാം. വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കുന്നതാണെങ്കിൽ പോലും ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഇതിപ്പോൾ സെക്കൻഡ് റോ ആയതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് കോൾ അതാ നോക്കിയാൽ ഡിറ്റർമിനൻ്റ് ബൈ സെക്കൻഡ് റോ ആണ്. ഇതെനിക്ക് വേണമെങ്കിൽ ഏത് റോയും ഏത് കോളവും വെച്ചിട്ട് എഴുതാം. ഓക്കെ, ആ കോളത്തിലെ എലമെൻസിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ പ്രൊഡക്റ്റുകളെല്ലാം കൂടി ആഡ് ചെയ്താൽ ഡിറ്റർമിനൻ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിലെ നമുക്ക് ആദ്യം A21 എന്താണെന്നുള്ളതൊന്ന് കണ്ടെത്തണം. A21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 റൈസ് ടു 2 + 1. അതിൻ്റെ MIJ എങ്ങനെ കണ്ടെത്തുക? A21ൻ്റെ MIJ കണ്ടെത്തണമെങ്കിൽ അതും സിമ്പിളാണ്. ഇതിന് നേരെയുള്ള റോയും കോളവും കട്ട് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി വരുന്ന 4 ആൾക്കാരല്ലേ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടാൽ പോരെ. അതായത് 3, 8, 2, 3 അല്ലേ. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഇതാ നോക്ക്, -1ൻ്റെ പവറിൽ ഓഡ് നമ്പർ വന്നാൽ -1 തന്നെ, മൈനസ് ഇത് എഴുതുന്ന സമയത്ത് 3 × 3 9, -2 × 8 എന്ന് പറയുമ്പോൾ 16 ആണ്. അപ്പോൾ ഇത് -7 വരും, -7 പുറത്തൊരു മൈനസും +7. ഇനി അടുത്ത നോക്കേ, A22 സെക്കൻഡ് റോ സെക്കൻഡ് കോളം എലമെൻറ്റ്, അപ്പോൾ -1 റൈസ് ടു 2 + 2. ഇനി ആ സെക്കൻഡ് റോ സെക്കൻഡ് കോളം എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 0 അല്ലേ. അപ്പോൾ 0ക്ക് നേരെയുള്ള റോയും കോളവും കട്ട് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ ആൻസർ 5ഉം 3ഉം 8ഉം 1ഉം വെച്ചിട്ടല്ലേ ഇത്, അതായത് 5, 8,
ഈ ഒരു ഓർഡറിൽ തന്നെ എഴുതണേ 1 3. നോക്ക് -1ൻ്റെ പവറിൽ 2 + 2 4 ഈവനാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി ഇതിൻ്റെത് മാത്രം എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ അതാ 5 × 3 15 -1 × 8 8. അപ്പം 15 - 8 + 7 തന്നെ. ഇനി അടുത്തത് A23 ആണ്. സെക്കൻഡ് റോ തേർഡ് കോളം എലമെൻറ്റ്. അപ്പോൾ -1 × 2 + 3 ഇൻറ്റു ആ സെക്കൻഡ് റോ തേർഡ് കോളം എലമെൻറ്റ് ഇതാ ഇതിന് നേരെയുള്ള റോയും കോളവും കട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ ഇത് കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. അപ്പോൾ 5 × 2 -1 × 3 ആണ് വരിക. നമുക്കത് അങ്ങനെ തന്നെ എഴുതാം 5 3 1 2. അപ്പോൾ ഇവിടെ മൈനസ് വരും. 5 × 2 10 -1 × 3 3 10 - 3 7, അതായത് -7. ഇനി ഡിറ്റർമിനൻ്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക? ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ ഇനി സിമ്പിളാണ്. ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു A21. ഏതാണ് A21 എന്ന് പറയുന്നത്? ഇതല്ലേ A21 2. ക്യാപിറ്റൽ A21 അതിൻ്റെ കോഫാക്ടർ 7 പ്ലസ് A22 0. അതിൻ്റെ A22 ക്യാപിറ്റൽ A22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ സെക്കൻഡ് കോളം എലമെൻറ്റിൻ്റെ കോഫാക്ടർ 7. ഇനി അടുത്തത് A23 1 ഇൻറ്റു ക്യാപിറ്റൽ A23 എന്ന് പറയുമ്പോൾ -7. നോക്ക് 2 × A 14, ഇത് 0 -A വരും അല്ലേ. 14 - A 7. അപ്പോൾ 7 ആണ് അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ വരിക. അപ്പോൾ ഈ ഒരു മെത്തേഡും കൂടി ഒന്ന് പഠിച്ചു വെച്ചോ. ടെക്സ്റ്റിലുള്ളതാണ്, ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് NCERT-യിൽ. റെഡി? അപ്പോൾ ഈ മെത്തേഡും പഠിച്ചു വെക്കുക കേട്ടോ. റോയോ കോളത്തിലെയോ എലമെൻസിനെ വെച്ചിട്ട് നമുക്ക് ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഓൾ പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വേർ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ. നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാവുമോ ഇല്ലയോ? ദിസ് ഈസ് ആക്ച്വലി സിഗ്നം ഫംഗ്ഷൻ. ഇത് നിങ്ങളുടെ സിഗ്നം ഫംഗ്ഷനാണ്. സിഗ്നം ഫംഗ്ഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കണം. മോഡ് എക്സിൻ്റെ വാല്യൂ എക്സോ, അതായത് മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ ഒന്നെങ്കിൽ എക്സ് കിട്ടും. എക്സിന് എന്താണോ എടുക്കുന്നത് അത് തന്നെ കിട്ടും. എക്സിന് എന്താണോ എടുക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ പോസിറ്റീവ് അല്ലേ നമ്മൾ എടുക്കാറുള്ളത് എപ്പോഴും. മോഡ് എക്സിൽ എപ്പോഴും പോസിറ്റീവ് വാല്യൂ അല്ലേ. അത് കണ്ടീഷൻ ഉണ്ട്. എക്സ് <0 ആകുന്ന സമയത്താണ് ഒരു -3 എടുത്താൽ അതിൻ്റെ നെഗറ്റീവ്. -3യുടെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 3 വരിക. അപ്പോൾ ഇങ്ങനെ ഇത് ആലോചിച്ച് വെക്കട്ടോ. എക്സ് > 0 ആകുമ്പം എക്സും എക്സ് <0 ആകുമ്പോൾ -എക്സും. അതായത് എന്താണോ ഇതിൻ്റെ ഉള്ളിലുള്ളത് ആ വാല്യൂ, അതിൻ്റെ നെഗറ്റീവ്. ആ വാല്യൂ > 0 ആകണം, ആ വാല്യൂ <0 ആകണം. ഇനി ഇത് മോഡ് എക്സിൻ്റെ ഡെഫിനിഷനാണ്. മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്തിനാ ആക്ച്വലി നമുക്ക് ഇവിടുത്തെ കേസിൽ ഈ ഫംഗ്ഷനെ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനിൽ നിങ്ങളുടെ സിഗ്നം ഫംഗ്ഷനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. 2 കേസാണ് വരിക. നോക്ക്, എക്സ് ≠ 0 എന്ന് പറയുകയാണെങ്കിൽ ഈ എക്സ് ≠ 0 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ എക്സ് > 0 ആകണം, അല്ലെങ്കിൽ എക്സ് <0 ആകണം. അപ്പോൾ ആദ്യത്തത് ഞാൻ എക്സ് > 0 എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ എടുത്തു. അടുത്തത് എക്സ് <0 എന്ന് പറഞ്ഞൊരു കണ്ടീഷനും എടുത്തു. എക്സ് = 0. എക്സ് = 0 ആകുന്ന സമയത്ത് 0 തന്നെ. എക്സ് <0 ആണെങ്കിൽ മോഡ് എക്സ് ബൈ എക്സ് തന്നെയാണ്. ഈ മോഡ് എക്സ് ബൈ എക്സിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? മോഡ് എക്സ് ബൈ എക്സിന് നിങ്ങൾക്ക് എക്സ് <0 ആകുമ്പോൾ മോഡ് എക്സിന് ആക്ച്വലി -x എന്ന് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത് -x/x എന്നാണ്. റെഡി? അതേപോലെ എക്സ് > 0 ആകുമ്പോൾ ഈ മോഡ് എക്സ് ബൈ എക്സിന് നിങ്ങൾ എഴുതേണ്ടത് മോഡ് എക്സിന് എക്സ് എന്ന് പറഞ്ഞ് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ x/x എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് നിങ്ങളുടെ ഈ ഫംഗ്ഷൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ കറക്റ്റ് സിഗ്നം ഫംഗ്ഷൻ കിട്ടും. x/x എന്ന് പറഞ്ഞാൽ 1. x/x 1 ആണ്, മൈനസ് ഉള്ളത് കൊണ്ട് -1 0. ഈ 0 വരുന്നത് എക്സ് = 0 ആകുമ്പോൾ, -1 വരുന്നത് എക്സ് <0 ആകുമ്പോൾ, ആൻഡ് എക്സ് > 0 ആകുന്ന സമയത്താണ് ആക്ച്വലി 1 വരിക. റെഡി? ഇനി നിങ്ങളോട് പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിക്കുക. 0-നേക്കാളും കുറവാകുന്ന സമയത്ത് ഫംഗ്ഷൻ -1 വാല്യൂ. -1 ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ 0-നേക്കാൾ കുറവുള്ള ഏത് വാല്യൂ നിങ്ങൾ ഡൊമൈനിലെടുത്താലും ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. 0-നേക്കാൾ കൂടുതലാകുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 1. 1 ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്. അപ്പോൾ 0-നേക്കാളും കൂടുതലാകുമ്പോൾ വാല്യൂ എടുത്താലും 0-നേക്കാളും കുറഞ്ഞ വാല്യൂ എടുത്താലും ഫംഗ്ഷൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും, നോ ഡൗട്ട്. അപ്പോൾ 0-ൽ മാത്രമാണ് പ്രശ്നം. അപ്പോൾ 0-ൽ 0 അല്ലേ, 0 കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ 0-ലും കണ്ടിന്യൂസ് അല്ലേ. അങ്ങനെയല്ലല്ലോ നമ്മൾ ചെക്ക് ചെയ്യാൻ പഠിച്ചത്. നിങ്ങൾ ആകെ ചെക്ക് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ഇവിടെ ഈ ബ്രേക്കിംഗ് വരുന്ന ഈ ഒരു പോയിൻ്റ് മാത്രമാണ്. ഈ ബ്രേക്കിംഗ് വരുന്ന ഈ ഒരു പോയിന്റിൽ മാത്രം നിങ്ങൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി. നോക്കടാ, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. അറ്റ് x = 0,
അറ്റ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0യിൽ നിങ്ങൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഒന്ന് എടുത്തു നോക്ക്. LHL എടുക്കുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വരും. 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് 0 ആണെങ്കിൽ 0 മൈനസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0ലേക്ക് വരുന്ന വാല്യൂസ്, റൈറ്റ് സൈഡിൽ നിന്ന് 0ലേക്ക് വരുന്ന വാല്യൂസ് 0 പ്ലസ്. എക്സിൻ്റെ വാല്യൂ 0 മൈനസ് എന്ന് പറഞ്ഞാൽ 0നേക്കാളും കുറവാണ്. 0നേക്കാളും കുറവാകുമ്പം ഫംഗ്ഷൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് -1. ഇതിൻ്റെ ലിമിറ്റ് എന്താ? കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. -1 തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 0 കൊടുക്കണ്ടേ? ഇവിടെ എക്സ് ഉണ്ടെങ്കിൽ 0 കൊടുത്താൽ മതി, -1. ഇനി RHL നോക്ക്. RHL നോക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു വരും. അതായത് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0നേക്കാളും കൂടണം. എക്സിൻ്റെ വാല്യൂ 0നേക്കാളും കൂടിയാൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നോക്ക്, 1ഉം കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് കോൺസ്റ്റൻറ്റ് തന്നെ. LHL RHL ഈക്വൽ അല്ല. ഇനി ഈക്വൽ ആണെങ്കിൽ അടുത്ത കേസിൽ നിങ്ങൾ f(0) ചെക്ക് ചെയ്യാൻ പോയാൽ മതി. LHL RHL ഈക്വൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം LHL ഈസ് നോട്ട് ഈക്വൽ ടു RHL. സോ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. സോ നിങ്ങളോട് പറഞ്ഞത് പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടെത്താനാണ്. അതിനാൽ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് ആ ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് എന്ന് പറയുന്നത് ഈസ് എക്സ് ഈക്വൽ ടു 0. എക്സ് 0 ആയി വരുന്ന സമയത്താണ് ഈ ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് ഉണ്ടാകുന്നത്. ഗോട്ട് ഇറ്റ്? സിമ്പിൾ, മനസ്സിലാക്കി വെക്കാം. റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഇതാ നോക്ക്, നമ്മളിതിൽ ചെയ്യുന്ന ഒരു അവസാനത്തെ ചോദ്യം. ദ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം പാരാമെട്രിക് ഡിഫറൻസിയേഷൻ. നിങ്ങൾക്ക് കാണാം എക്സ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടിയുടെ റൂട്ടാണ്, വൈ റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ആണ്. ഷോ ദാറ്റ് dy/dx ഈക്വൽ ടു -y/x എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പാരാമെട്രിക് ആണ് എന്നുള്ളതിൽ സംശയമില്ല. കാരണം എക്സും വൈയും 2 ഇക്വേഷൻസ്, അതായത് എക്സിനും വൈക്കും 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് പാരാമീറ്റർ ആയിട്ട് ഇവിടെ ഉള്ളത് ടി ആണ്, ടി. അപ്പോൾ ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണെന്നറിയോ? dx/dt ഒന്ന് കണ്ടെത്തി നോക്കാം. dx/dt എന്ന് പറയുന്ന സമയത്ത് d/dt ഓഫ് റൂട്ട് ഓഫ് എ സൈൻ ഇൻവേഴ്സ് ടി, ഇങ്ങനെയല്ല കേട്ടോ, കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആവും. റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ 1/2 റൂട്ട് എക്സാണ്. അപ്പോൾ 1/2 റൂട്ട് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്ന് നമുക്ക് ആദ്യം എഴുതാം. നോക്ക് നല്ലതുപോലെ നോക്കേ. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ വേണമെങ്കിൽ നമുക്കിവിടെ സൈഡിൽ എഴുതാം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ്. പിന്നെ വരുന്നത് റൂട്ട് എക്സ് കഴിഞ്ഞാൽ പിന്നെ എ റൈസ് ടു എക്സ് എന്ന് പറയുന്ന രീതിയിൽ വരുന്നുണ്ട്. എ റൈസ് ടു എക്സ്, കാരണം എക്സിൻ്റെ പവറിൽ വരുന്നത് ഫംഗ്ഷനാണ്, എൻ്റെ പവറിൽ വരുന്നത് ഫംഗ്ഷനാണ്. എ റൈസ് ടു എക്സിൻ്റെത് d/dx ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ എന്നാണ്. അപ്പോൾ എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ഇങ്ങനെ തന്നെ എഴുതണം. പിന്നെ വരുന്നത് സൈൻ ഇൻവേഴ്സ് എക്സാണ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെതും ഉണ്ട്, കോസ് ഇൻവേഴ്സ് എക്സിൻ്റെതും ഉണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - x² ആണ്. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവോ d/dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1/√1 - x² ആണ്. ഇതൊക്കെ നമുക്കിവിടെ ആവശ്യമുള്ളതാണ്, ജസ്റ്റ് ഒന്ന് എഴുതിയെന്നുള്ളൂ കേട്ടോ. സോ നോക്കാം, നമുക്ക് തുടങ്ങാം. അപ്പോൾ നോക്ക്, നമ്മൾ ആദ്യത്തത് ചെയ്തു. പിന്നെ എക്സ് വരേണ്ട സ്ഥാനത്ത് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി അല്ലേ? അതായത് എ റൈസ് ടു എക്സ് ആണെങ്കിൽ എ റൈസ് ടു എക്സ് ലോഗ് എ, അതായത് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് തന്നെ പവറിലുള്ളതല്ല, അല്ലാത്തത് ലോഗ് എ. കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് എ റൈസ് ടു എക്സ് ആണെങ്കിൽ ഇവിടെ ഇത് നിർത്തായിരുന്നു. പക്ഷേ എക്സിന് പകരം വന്നത് സൈൻ ഇൻവേഴ്സ് ടിയാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ടീനെ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സൈൻ ഇൻവേഴ്സ് ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/√1 - t². ഇതാണ് dx/dt. ഓക്കെ, അറ്റ് ദ സെയിം ടൈം dy/dt നമ്മൾ എഴുതുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ്, അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതായത് d/dt ഓഫ് റൂട്ട് ഓഫ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി. അപ്പോൾ നിങ്ങൾ നോക്ക്, 1/2 റൂട്ട് എക്സ്, അപ്പോൾ 1/2 റൂട്ട് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു നോക്ക്, റൂട്ട് എക്സ് ആകുമ്പോൾ 1/2 റൂട്ട് എക്സ്. എക്സിന് പകരം വന്നത് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി അല്ലേ? എ റൈസ് ടു എക്സ് ഫോമിലല്ലേ? അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എ റൈസ് ടു എക്സ്, എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ. ഓക്കെ, എ റൈസ് ടു എക്സ് ആണെങ്കിൽ ഇവിടെ നിർത്തായിരുന്നു. എക്സിന് പകരം വീണ്ടും കോസ് ഇൻവേഴ്സ് ടി. കോസ് ഇൻവേഴ്സ് ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1/√1 - t².
കഴിഞ്ഞില്ല. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വേണ്ടത് dy/dx വേണം. ഓക്കെ, പാരാമെട്രിക് ഡിഫറൻസിയേഷനിൽ dy/dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു dy/dt ഡിവൈഡഡ് ബൈ dx/dt അല്ലേ? dy/dt കാണുക, എന്നിട്ട് dx/dt കാണുക, രണ്ടും എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്കിയാൽ 1/2 റൂട്ട് ഓഫ് a റൈസ് ടു കോസ് ഇൻവേഴ്സ് t ഇൻറ്റു a റൈസ് ടു കോസ് ഇൻവേഴ്സ് t ഇൻറ്റു ലോഗ് a ഇൻറ്റു -1/√1 - t സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കേസിലോ 1/2 റൂട്ട് a റൈസ് ടു കോസ് ഇൻവേഴ്സ് അല്ല, സൈൻ ഇൻവേഴ്സ് അല്ലേ, a റൈസ് ടു സൈൻ ഇൻവേഴ്സ് t ഇൻറ്റു a റൈസ് ടു സൈൻ ഇൻവേഴ്സ് t ഇൻറ്റു ലോഗ് a ഉണ്ട് ഇൻറ്റു ലോഗ് a ഇൻറ്റു 1/√1 - t സ്ക്വയർ. കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. ഈ 1/2 കട്ട് ചെയ്യാം, ഈ 1/2 കട്ട് ചെയ്യാം. ലോഗ് എ കട്ട് ചെയ്യാം. ഇവിടെ ഒരു ലോഗ് എ ഉണ്ട് കേട്ടോ. ലോഗ് എ കട്ട് ചെയ്യാം. ഈ 1/√1 - t സ്ക്വയറും 1/√1 - t സ്ക്വയറും കട്ട് ചെയ്യാം. ഇനിയുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് എഴുതാം. അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതുന്ന സമയത്ത് അതൊന്നുകൂടി ക്ലാരിറ്റി വരും. നോക്കിയേ, സിമ്പിളാ. dy/dx ഈസ് ഈക്വൽ ടു dy/dx എഴുതുന്ന സമയത്ത് ഇവിടെ ഇനി ബാക്കിയുള്ളത് ആരാന്നറിയോ? ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ അതാ dy/dx ഈസ് ഈക്വൽ ടു മൈനസ് a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടിയും ബൈ റൂട്ട് a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടിയും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ x/√x എഴുതിയിട്ടുണ്ടെങ്കിൽ എക്സിനെ നിങ്ങൾക്ക് √x ഇൻറ്റു √x എഴുതാം. താഴെ ഒരു √x ഉണ്ടെങ്കിൽ ഈ √x ഈ √x കട്ട് ചെയ്താൽ നമുക്ക് x/√x √x എന്ന് പറഞ്ഞ തന്നെ ആൻസർ കിട്ടും. അപ്പോൾ a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ബൈ റൂട്ട് a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഉണ്ടെങ്കിൽ ഇതിനെ √a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു √a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി എന്ന് എഴുതാം. ഒന്ന് താഴെന്ന് ഒന്ന് മുകളിൽ നിന്ന് കട്ട് ചെയ്താൽ അവിടെ ഒരു √a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി √a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി മാത്രമേ വരൂ. റെഡി? താഴെ അതേപോലെ തന്നെ ഈ √a റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇവിടുന്ന് ഇതിനെ √a റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു √a റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്ന് എഴുതാം. ഒന്ന് മുകളിൽ നിന്ന് ഒന്ന് താഴെന്നും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ √a റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞ് നമ്മുടെ ആൻസർ വരും. -y/x എന്നല്ലേ ഷോ ചെയ്യേണ്ടത്. ഈ റൂട്ട് ഓഫ് a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി y, അതായത് dy/dx ഈസ് ഈക്വൽ ടു -y ഡിവൈഡഡ് ബൈ a റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x. അപ്പോൾ നിങ്ങൾക്ക് -y/x എന്ന് ഇതാം. പ്രൂവ്ഡ്. ഇത്രേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. നല്ല ചോദ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഈസി ക്വസ്റ്റ്യൻസ് അല്ല. നിങ്ങൾ സമയമെടുത്ത് ചിലപ്പോൾ ചെയ്യേണ്ടതായിരിക്കും. പക്ഷേ പഠിക്കുക, നല്ലതാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടുകൾ കൂടി ചെയ്യാം. നിങ്ങൾ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞു ആദ്യം ടഫായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. ചിലപ്പം പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിത് ചെയ്യണമെന്ന് നിർബന്ധം പറയില്ല. നിങ്ങൾ സാധാ സിമ്പിളായുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. പറ്റുമെങ്കിൽ ഇത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഇത് നമ്മൾ ഇനിയും ബാക്കിയുള്ളത് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് പറയുക. അപ്പോൾ കാണാം. ബൈ.